എമർജൻസി സാഹചര്യത്തിൽ അടിയന്തരമായ സഹായം വേണം എന്ന് പൈലറ്റുമാരും കപ്പിത്താന്മാരും തൊട്ടടുത്തുള്ള എയർ ട്രാഫിക് കൺട്രോളുമായിട്ടോ തൊട്ടടുത്ത കപ്പലിലെയോ വിമാനത്തിലെയോ ആളുകളുമായിട്ടോ ബന്ധപ്പെടാൻ റേഡിയോ സന്ദേശം അയക്കുന്നതാണ്. മറ്റെല്ലാ റേഡിയോ സന്ദേശങ്ങളും നിങ്ങൾ എയർ ട്രാഫിക് കൺട്രോൾ ഒഴിവാക്കി ഈ സന്ദേശം ശ്രദ്ധിക്കൂ, ഞങ്ങൾ അപകടത്തിലാണ് എന്നുള്ളതാണ്. മൈഡർ എന്ന് പറയുന്നൊരു വാക്കിൽ നിന്നാണ് അത് വരുന്നത്. മെയ്ഡേ 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 എന്ന് 3 തവണ പറയും. അത് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റെല്ലാ കമ്മ്യൂണിക്കേഷനും എമർജൻസി, അതായത് ഒരു ഡിസ്ട്രസ്സിലാണ്, എന്നെ സഹായിക്കൂ എന്നാണ്. അത് ഡിസ്ട്രസ് മെസ്സേജ് ആണ് മെയ്ഡേ എന്ന് പറയുന്നത്. അത് മെയ് ഡേയുമായിട്ടൊരു ബന്ധമില്ല. മൈഡർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് അത് വന്നത്. 1927 മുതൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു എമർജൻസി ഹെൽപ്പ് അലാം. അഹമ്മദാബാദ് ATCക്കാണ് മുന്നറിയിപ്പ് മുന്നറിയിപ്പ്. പക്ഷേ ATC ആ കോൾ വരുന്നു, ആ കോള് മെയ്ഡേ 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 എന്ന് സുമിത് സബർവാൾ പറയുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അത് കണക്ഷൻ വിട്ടു. ഇൻ 30 seconds ഈ ഫ്ലൈറ്റ് ക്രാഷ് ആയി. 30 സെക്കൻഡ്സിനുള്ളിൽ ക്രാഷ് ചെയ്തു. ആകെ 9 മിനിറ്റ് പിന്നെ ടേക്ക് ഓഫ് ചെയ്തിട്ട് 9ാമത്തെ മിനിറ്റിൽ താഴെ വീണു. അതായത് 1:31 മറ്റോ ആണ് അല്ലേ, 1:17 ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത്. 1:17 ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു, 1:38 ടേക്ക് ഓഫ്, കൃത്യം 1:38 ടേക്ക് ഓഫ് ചെയ്യുന്നു. 1900 മീറ്റർ ടേക്ക് ഓഫ് റൺവേയിലൂടെ 21 നമ്പർ റൺവേയിലൂടെ സഞ്ചരിക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു. ടേക്ക് ഓഫ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, പക്കയായിരുന്നു. പക്ഷേ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഫ്ലാപ്പ് ഫ്ലാപ്പ് താഴാത്തതിനെക്കുറിച്ചാണ് ചില വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നത്. അതിൽ ലാൻഡിംഗ് ഗിയർ ആ സമയത്ത് കംപ്ലൈൻ്റ് ആയി എന്ന് പൈലറ്റിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 1/2 മിനിറ്റിനുള്ളിൽ മെയ്ഡേ കോൾ പറയുന്നത്. അപ്പോഴേക്ക് വിമാനം താഴാൻ തുടങ്ങിയിരുന്നു. 625 അടിയിൽ നിന്ന് അത് താഴേക്ക് വന്നു എന്നുള്ള 65 മീറ്റർ അല്ലേ അടിയാണ്. 625 അടിയിൽ നിന്ന് നേരെ താഴേക്ക് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അതേപടി വന്ന് താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരുപക്ഷേ സാങ്കേതികമായ തകരാറാവാം എന്നുള്ളതാണ്. പക്ഷേ അത് എന്തുകൊണ്ട് നേരത്തെ ഡിറ്റക്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ വരുന്ന വിവരം. ലാൻഡിംഗ് ഗിയറും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ആ ഫ്ലാപ്പ് തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ അത് മുകളിലോട്ടുള്ള തള്ളലിന് അത് തടസ്സമായി. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എന്താണ് ഇതിന്റെ ചിറകിലിരിക്കുന്ന സൈഡിലിരിക്കുന്ന ബ്രേക്ക് ചെയ്യുന്ന പോലെയാണ്. അത് ഉയർത്തുകയും അതിനെ എയറിനെ തടഞ്ഞു നിർത്തി. 2 കാര്യങ്ങളാണ് നേരത്തെ നമ്മളത് ചിത്രത്തിൽ വിശദീകരിച്ചതുപോലെ. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറുകൾ ഉള്ളിലേക്ക് വലിഞ്ഞില്ല. 2 ചിറകിന്റെ സമീപത്തുള്ള ഫ്ലാപ്പുകൾ താഴേക്ക് പോയില്ല. സാധാരണ 200 തുടങ്ങി 400 വരെ അടി ഹൈറ്റിലെത്തുമ്പോൾ പിന്നെ ലാൻഡിംഗ് ഗിയർ പൊന്തുന്നതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എനിക്കൊന്നു സുജയ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരുപക്ഷെ മരണസംഖ്യ ഇനി കൂടാൻ സാധ്യതയുള്ളത് ഈ ഹോസ്റ്റലിലെ ആളുകളുടെ. അതിൽ കുറേ പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ICUവിലടക്കം പ്രവേശിപ്പിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും അവിടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർ അടക്കം 8 പേർ, അതായത് വിമാനത്തിലെ യാത്രക്കാരോ അല്ലെങ്കിൽ ജീവനക്കാരോ പൈലറ്റോ അല്ലാതെ 8 പേർ മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ്. ഗുജറാത്ത് മാധ്യമങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ അത് നൽകുന്നുണ്ടായിരുന്നു. വിമാനത്തിൽ ഉണ്ടായിരുന്നവരിൽ 242 പേരിൽ 240 പേരുടെ മരണമാണ്. ഇപ്പോൾ 2 പേർ രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ, അത് ഒരാളുടേത് നമ്മൾ സ്ഥിരീകരിച്ചു, സർവൈവറെ നമ്മൾ കണ്ടു. രണ്ടാമത്തെ ആൾ ആരാണ് എന്നത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. രാജ്യത്ത് ഇത്രയധികം ബ്രിട്ടീഷ് പൗരന്മാരെ വിമാനാപകടത്തിൽ മരിക്കാൻ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തെ UK എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. സഹായിക്കാൻ പോകുന്നു. കാരണം 53 ബ്രിട്ടീഷ് പൗരന്മാരുണ്ട് ഈ അപകടത്തിൽ. അതുകൊണ്ട് തന്നെ AIBയുടെ അന്വേഷണ സംഘം ഉടൻ എത്തുന്നു. ബ്രിട്ടീഷ് സംഘവും ഈ അപകടം എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്താനായിട്ട് എത്തുന്നു. AIB UKയുടെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് ഈ വിഷയത്തിൽ അന്വേഷണത്തിനായി ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അല്ല, ഇത്രയധികം ബ്രിട്ടീഷ് പൗരന്മാർ വേറൊരു രാജ്യത്തെ വിമാനം അടുത്തിടെ ഉണ്ടായിട്ടില്ല. കാരണം ഇത് അഹമ്മദാബാദിൽ നിന്ന് എനിക്കൊന്ന് ഇവരിൽ അപകടത്തിൽപ്പെട്ടതിൽ പല ആളുകളും ലങ്കാഷെയറിലെ ആൾക്കാരാണോ അതോ? അതെ അല്ലേ? അതിൽ ഈ രക്ഷപ്പെട്ട രമേഷ് വിശ്വാസ് കുമാറിനും സഹോദരനും അവരോടൊപ്പമുള്ള മറ്റു ചില ആളുകളുമുണ്ട്. ഇന്ത്യൻ വംശജരായ ബ്രിട്ടീഷ് പൗരത്വമുള്ള ബ്രിട്ടീഷ് നാഷണൽസ് ആണ്. അപ്പോൾ അതിൽ കൂടുതൽ ആളുകളും ഒരേ സ്ഥലത്ത് തന്നെയുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഈ ബന്ധുക്കളോ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. എല്ലാവരും ഗ്രൂപ്പായി വന്ന് തിരിച്ചു പോകുന്നത് പോലെയായി. 9 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് ലണ്ടനിലെ വിമാനത്താവളത്തിൽ എത്തേണ്ടതാണ്. പക്ഷേ പുറപ്പെട്ട 1 മിനിറ്റിനുള്ള അപകടം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഈ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇത്തരം വിമാനങ്ങളിലെ ഫ്യൂൾ ടാങ്ക് ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കുമല്ലോ. അതും പറയുന്നത് അത് ഈ തീ കത്തുന്നതിൽ
ഒരു പ്രധാന കാര്യമായി തീ പിടിക്കുന്നതിന് വലിയ കാരണമായി തീർന്നിട്ടുണ്ടാവും. ടാങ്ക് ഫുള്ളാണ്. അത് സ്ഫോടനം നടന്ന ഉടൻ തന്നെ ആ ടാങ്കിൽ നിന്ന് വലിയ സ്ഫോടനമുണ്ടായി. ആ പ്രദേശത്തേക്ക് അത് എയർ ഫ്യൂലാണ് ശരിക്കും ഈ പറയുന്ന വിമാനങ്ങൾ പെട്ടെന്ന് തീ പിടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അത് ഇതുപോലെ വലിയ വിമാനങ്ങൾക്ക് ഫുള്ളായിരിക്കുമല്ലോ. ഈ കാരണം ഇത്രയധികം ലോങ് പോകേണ്ട വിമാനങ്ങളാകുമ്പോൾ ഫുള്ളായിരിക്കും. അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്. രണ്ടാമത്തെ ആളെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? സായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സായി, ഈ രമേശ് വിശ്വാസ് കുമാറിനോടൊപ്പം രണ്ടാമത്തെ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്.